ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നാണെങ്കിൽ ഒരിടത്ത് പോവുക കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കൃഷ്ണപുരം പാലസിലാണ്. ഇവിടെ രാജാക്കന്മാരൊക്കെ ഭരിച്ചിരുന്ന സമയത്തുള്ള ഒരു പാലസാണിത്. ഇവിടെ ഇങ്ങനെ പഴയ കാലത്തിലുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന എന്താ പറയുക ഐറ്റംസൊക്കെയാണ് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ സാധനങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് എന്നാണ് ഇവരിതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഓരോരുത്തരും ഉപയോഗിച്ചിരുന്ന സാധനവും അതിൻ്റെ പേരും അങ്ങനെ എല്ലാം പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ ഒരു പാലസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കണ്ടോ ഇവിടെ ഇതുണ്ട്, ഇത് കുടക്കല്ലെന്ന് പറയുന്നതാണ്, ഇത് നാട്ടുകൊല്ലെന്ന് പറയുന്നത്, ഇതെന്താ പറയുക എനിക്കറിയില്ല, ഇത് മുനിയറയോ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുടക്കല്ല്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇങ്ങനെയൊക്കെ ഓരോരോ കല്ലുകളും അങ്ങനെ ഓരോന്നിൻ്റെ മിനിയേച്ചറൊക്കെ ആട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കണ്ട് ഇത് കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വിളിച്ചത്. ഇവിടോട്ട് ഇറങ്ങി പോകാനൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് സംഭവം എനിക്കറിയില്ല. എന്തായാലും കണ്ടോ ഇവിടെ ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ പിന്നെ കണ്ട് ഇവിടെ വന്നപ്പോഴാണ് അടിപൊളി ഒരു കുളം കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ ഓരോരുത്തരും ഉപയോഗിച്ചിരുന്ന ഈ അരയ്ക്കുന്ന കല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഭരണി പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം കണ്ടോ ഇതേപോലുള്ള ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പാലസിൽ. പിന്നെ ഇങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള കുറേ ഇങ്ങനത്തെ നോട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ പിക്ചേഴ്സൊക്കെയാണ്. പിന്നെ ഇത് എവിടെ എങ്ങാണ്ട് പാലക്കാട് ജില്ലയിലുള്ള ഏതോ ഒരു അമ്പലത്തിൻ്റെയാണ് കേട്ടോ, മിനിയേച്ചർ വേഷനാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്നിടത്ത് എല്ലാം ഇങ്ങനെ ശില്പങ്ങൾ ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ മേളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, നല്ല രസമാണ് കേട്ടോ ഇത് കാണാനൊക്കെ. നമ്മളിങ്ങനെ കാഴ്ച കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ എന്താ പറയുക കിളിവാതിലോ അങ്ങനെ കണ്ടൊക്കെ ഇതിന് പറയില്ലേ. അപ്പം നല്ല ഭംഗിയായിരുന്നു ഇതിൻ്റെ മേളിൽ നിന്നിട്ട് ഇതൊക്കെ കാണാനായിട്ട്, നല്ല രസമായിരുന്നേ. അപ്പോൾ പിന്നെ കണ്ട് ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ കുറേ ബുക്സ് എന്ന് പറയുമ്പോൾ ബൈബിള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഇതുണ്ടായിരുന്നു. ഇത് വാളാണ് കേട്ടോ, ഇത് വാളാണ്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമില്ലേ, ആ ഒരു കുളം കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഇതുണ്ട് ഞാനിങ്ങനെ അകത്ത് വഴി നോക്കുകയാണ്, നല്ല രസമുണ്ട് കാണാനുണ്ടോ, ഇതൊരു ഭംഗിയല്ലേ കാണാൻ. ഇവിടുന്ന് നോക്കാനാണെങ്കിൽ നല്ല രസമാണ്, ഇങ്ങനെ മേളിൽ നോക്കാനൊക്കെ അടിപൊളിയാണ് കാണാൻ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഇരുന്നു. കണ്ട് ഇവിടെയൊക്കെ ഓരോന്ന്, ഇവിടെ എന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ബാത്റൂമാണിത്. വാളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കണ്ടു അവിടെ. പിന്നെ ഇത് നാണയ ഗാലറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നാണയങ്ങളൊക്കെ ഉള്ള കുറേ കോയിൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കാണാനായിട്ട് പോയതാണ്. നല്ല കുറേ ടൈപ്പിലത്തെ കോയിൻസ് ഞാൻ അവിടെ വെച്ച് കണ്ടു. പിന്നെ ഇവിടെ ഓരോന്നിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നാണയങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഓരോന്നിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഓരോന്നിൻ്റെ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഞ്ചാടിക്കുരു ഇങ്ങനെ രണ്ട് ടൈപ്പിൽ ഇരിക്കുന്നുണ്ട്. ഇതെന്താണ് അങ്ങനെ വിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവിടെയും കുറേ നാണയങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലോർ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. പിന്നെ കണ്ടു ഇവിടെ ഓരോ ടൈപ്പിലത്തെ നാണയങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. ഇതാണ് കോയിൻ ഗാലറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും ഓരോ ബോക്സസിനകത്താക്കിയിട്ട് അവർ കൊണ്ടുവരുന്നത്. പിന്നെ ഇതുവഴി നോക്കിയപ്പോൾ നമ്മൾ അപ്പോൾ കണ്ട കിണറില്ലേ, ആ ഒരു കിണറാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞാനിങ്ങനെ ഇതെല്ലാം കാണിക്കുന്നുണ്ട്, നല്ല ഭംഗിയില്ലയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ള ഒരു കിളിവാതിലുകൾ എന്നൊക്കെയാണ് ഇവർ പറയാൻ തോന്നുന്നു അല്ലേ. നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ കാണാനായിട്ട്. ഞാൻ ഇരുന്നിടത്തില്ലേ അവിടെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ, നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്. അപ്പം ഇതുവഴി ഇങ്ങനെ കാഴ്ച കണ്ട് പോകാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. പിന്നെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഇങ്ങനെ കണ്ട് കിണറൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാൻ നല്ല രസമായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് രസമെന്നറിയോ, നമ്മുടെ കുളമൊക്കെ കാണാൻ എനിക്ക് നല്ല ഭംഗിയാണ്. ഇങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അവിടേക്ക് ഇരുന്ന് കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഇങ്ങനെ വെളിയിൽ നോക്കാൻ പറ്റുന്നൊരു നല്ല രസമാണ് കണ്ടോ. അവിടെ ഫുൾ ഇങ്ങനെ പച്ചപ്പാണ്, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു പാലസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ. നമുക്ക് ഭയങ്കര നിശബ്ദതയൊക്കെയാണ്, ഭയങ്കര സൈലൻസ് ആണ് ഗൈസ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ.
കണ്ടോ, ഓരോന്നും ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വന്ന് കുളമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്തതായി ഞങ്ങൾ താഴോട്ട് വീണ്ടും പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഇവിടെ ഓരോ കൊട്ടാരത്തിൻ്റെയൊക്കെ പടവും ഒക്കെയാണ് കേട്ടോ. ഈ ഒരു കൊട്ടാരമാണത്. പിന്നെ കണ്ടു ഇതുവഴി എന്തൊരു ഇത് ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല, എന്തൊക്കെയോ ആണിത്. പിന്നെ കണ്ടോ അവിടെയൊക്കെ നല്ല ഭംഗിയാണ്. ഇത് പണ്ടത്തെ ഇങ്ങനെ നമ്മളിപ്പോൾ എഴുതുന്ന അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ പണ്ടൊക്കെ എഴുതുന്ന ആൾക്കാർ എഴുതുന്ന രീതിയായിരുന്നു ഇത്. കണ്ടോ എന്ത് രസമല്ലയോ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്ക്. അങ്ങനെ അതിൽ ഇതുണ്ട്, വാളാണ് ഗൈസ് ഇത്. പിന്നെ കൃഷ്ണപുരം കൊട്ടാരം മ്യൂസിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ബുക്സാണിത്. ഇത് പിന്നെ കൊട്ടാരത്തിൽ വരേണ്ട സമയവും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി തുടങ്ങി. വെളിയിലായിരുന്നു നല്ല ഭംഗിയായിരുന്നു. കാരണം വെളിയിലിറങ്ങിയിട്ട് പിന്നെ ഞാൻ ഊഞ്ഞാലാടി കഴിഞ്ഞിട്ടുള്ളൊരു ഇതില്ലേ, അത് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കട്ടായിപ്പോയി. അപ്പോൾ എന്തായാലും ഇത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഊഞ്ഞാലാടി കഴിഞ്ഞപ്പോഴത്തേക്കിനും വീഡിയോ കട്ടായിപ്പോയി. അതുകൊണ്ട് ഇത് കണ്ടോ, ഇത് നല്ല രസമാണ്. ഇത് പണ്ട് നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളോട്ടല്ലേ രാത്രിയാകുമ്പം, അതാണിത് സംഭവം. പക്ഷേ ഇപ്പം തുറന്നു വിട്ടിട്ടില്ല കേട്ടോ. രാത്രി എങ്ങാണ്ടാകുമ്പോഴാണെന്ന് തോന്നുന്നു തുറക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ ഈ ഒരു ചെടി കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, വലിയൊരു ചെടി. പിന്നെ ഇതൊരു ബുദ്ധൻ്റെ ഇതൊക്കെയുണ്ട്, അത് കണ്ടു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടു ഇവിടെയൊക്കെ മുളയൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകാനും കൂടെ കുറേ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരു ഊഞ്ഞാലാടുന്നവിടെ നിർത്തിയിരിക്കുകയാണ് വീഡിയോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.